നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം 1201 വൃശ്ചിക മാസം 21-ാം തീയതി, അതായത് 2025 ഡിസംബർ മാസം 7-ാം തീയതി ഞായറാഴ്ച, രവിവാരം. ഇന്ന് രവിവാരം സൂര്യോദയം കാലത്ത് 6:33 അസ്തമയം വൈകിട്ട് 5:58. ഇന്നത്തെ ദിനത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം അനുഷ്ഠിക്കാത്ത ദിനമാണെന്ന് അറിയുക. ഇന്ന് മുഴുവൻ സമയവും പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ വലിയ ശതമാനവും ഇന്ന് മിഥുനക്കൂറ് തന്നെയാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക മിഥുനവും അവസാനത്തെ 15 നാഴിക കർക്കിടകം രാശിയുമാണ്. പക്ഷേ മിഥുന രാശിയിൽ ചന്ദ്രൻ വളരെ ബലവാനാണ്. അവിടെ ചന്ദ്രൻ മിഥുനൻ രാശിയിൽ ഭൗതിക സുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യവുമായി നിൽക്കുന്നു. മറിച്ച് കർക്കിടക രാശിയിലാണെങ്കിൽ ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാണ്. അവിടെ ദൈവജ്ഞ, ദൈവത്തെ അറിയുന്നവൻ, ഈശ്വരപരമായ വിഷയങ്ങളിൽ, അപ്രകാരം ദൈവികമായ ജ്യോതിഷപരമായ വിഷയത്തിലൊക്കെ തന്നെ കർക്കിടക രാശിക്കാർക്ക് വളരെ പ്രാമുഖ്യമുണ്ട്. അവിടെ മിഥുനൻ രാശിയിലെ ചന്ദ്രനെ പോലെയല്ല കർക്കിടക രാശിയിലെ ചന്ദ്രൻ. മിഥുനൻ രാശി ഭൗതിക സുഖമാണ്. സ്ത്രീലോല സുരതോപചാര കുശല, സ്ത്രീകളിൽ താല്പര്യം, സുരത ഉപചാര കുശലം, മറ്റുള്ളവരെ പരിചരിക്കുവാനും സ്വീകരിക്കുവാനും സുരതത്തിനും താല്പര്യം. അവിടെ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ്. മെറ്റീരിയലിസ്റ്റ് ആകുന്നു അവിടുത്തെ ചന്ദ്രൻ. മറ്റ് ഒരു സ്പിരിച്വാലിറ്റി കാത്തു സൂക്ഷിക്കുന്നു കർക്കിടക രാശിയിലെ ചന്ദ്രൻ. അതുകൊണ്ടാണ് ശ്രീരാമസ്വാമി ഇത്ര ശക്തനായിട്ടും അദ്ദേഹത്തിന് ജന്മലഗ്നേ ഗുരുസേവ രാമചന്ദ്രോ വനംഗത. കർക്കിടകൻ ലഗ്നമായി കർക്കിടകൻ രാശിയിൽ ജനിച്ച ശ്രീരാമസ്വാമിയും കാട്ടിൽ പോകേണ്ടി വന്നത്. എപ്പോഴും ജന്മവ്യാഴം വരുമ്പോൾ കഷ്ടപ്പാടുകളാണ്. കയർക്കും ജനം വിത്തവും പോവും, ഇളക്കം ഗമിക്കും മന്ത്രി ജന്മം ഗമിക്കേ. വ്യാഴം ലഗ്നത്തിൽ വരുമ്പോൾ അങ്ങനെയാണ്. കർക്കിടകൻ രാശി സാമ്പത്തിക നഷ്ടങ്ങൾ വരും, പദവിയും പേരും നഷ്ടപ്പെടും. ശ്രീരാമസ്വാമിക്ക് അതാണ് സംഭവിച്ചത്. ഇവിടെ ഇന്ന് നമുക്ക് വളരെ അനുകൂലമായി കാലത്ത് 9:35 മുതൽ 11 മണി വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങളും നിർവഹിക്കാം. നിങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഇന്ന് ബാങ്കുകളൊന്നും ഉണ്ടാകില്ല. എങ്കിലും സാമ്പത്തിക വിഷയത്തിൽ, അല്ലെങ്കിൽ ഭൂമിപരമായ ചർച്ചകൾക്ക്, അല്ലെങ്കിൽ മധ്യസ്ഥമാകുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് സജീവമായി ഇടപെടാൻ വളരെ അനുകൂലമായ ദിനമാണ് ഇന്ന് എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. ഇന്ന് നല്ല കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം, തുളസിമാല വഴിപാടുകളും, അപ്രകാരം നന്നായി ഹനുമാൻ സ്വാമിക്ക് തൻ്റെ പ്രിയപ്പെട്ട അവൽ നിവേദ്യം അല്ലെങ്കിൽ നെയ്വിളക്ക്, ഗത ഒപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് ദേവതകളുടെ പ്രീതി സമ്പാദിക്കാം. ശ്രീരാമ സഹസ്രനാമം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം അനുകൂലമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിനം. സ്വസ്ഥമായ നല്ലൊരു ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.